തിരുവനന്തപുരം കുന്നത്തുകാലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സെലീനാമ്മയുടെ കല്ലറ പൊളിച്ച് മൃതദേഹം പുറത്തെടുത്തു. മകൻ രാജുവിന്റെ സാന്നിധ്യത്തിലാണ് കല്ലറ പൊളിച്ചത്. കുന്നത്തുകാലിൽ നിന്നും അജീഷ് ജയകുമാർ വിവരങ്ങളുമായി ചേരുന്നു. അജീഷ്, കുറേയധികം ദിവസമായതാണ്. എന്താണ് മൃതദേഹത്തിന്റെ അവസ്ഥ എന്നതിന്റെ വിവരങ്ങൾ എന്താണ്? അവിടെ തന്നെ സ്പോട്ട് ഓട്ടോപ്സി അല്ലേ ഉണ്ടാവുക, അജീഷ്? ഹാഷ്മി, അങ്ങനെയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം തുടങ്ങി. അത് പഴക്കമുണ്ട്, 17 ദിവസം പഴക്കമുണ്ട്. അതുകൊണ്ടാണ് സ്പോട്ടിൽ തന്നെ ഓട്ടോപ്സി നടത്താൻ പോലീസും അതേപോലെ തന്നെ ഫോറൻസിക് സർജന്മാരും തീരുമാനിച്ചത്. അപ്പോൾ നമുക്കിപ്പോൾ ഈ മരിച്ച സെലീനാമ്മയുടെ ഒരു ബന്ധു കൂടി ചേരുന്നുണ്ട്. ചേട്ടൻ, ഈ അയൽവാസി കൂടി ചേരുന്നുണ്ട്. ചേട്ടൻ, എന്താണ് ഇങ്ങനെ ഒരു മരണത്തിൽ സംശയം തോന്നാനുള്ള ഒരു കാരണം? 17-ാം തീയതി മരിക്കുന്നു. 3 മണിക്കും 4 മണിക്കും ഇടയ്ക്കാണ് മരിക്കുന്നത്. അതിനുശേഷം ഒരു സ്ത്രീ പാല് വാങ്ങിച്ചുകൊണ്ട് വരുന്നു. ഇവരെ വീട്ടിൽ വരുന്ന സ്ത്രീ പാല് വാങ്ങിച്ചുകൊണ്ട് വരുന്നു. അവർ ആണ് നാട്ടുകാരെ അറിയിക്കണം ഇങ്ങനെ ഈ സെലീമാമ്മ മരിച്ചു കിടക്കുന്നതായിട്ട് പറഞ്ഞത്. അതിൽ 3 പവന്റെ മാല, സ്വർണ്ണമാല വാങ്ങിച്ചിരുന്നു. ആ മാല കാണാനില്ല. കിൽറ്റ് മാലയാണ്, വളയും കിൽറ്റാണ് കൊണ്ടിട്ട്. പിന്നെ ദേഹത്ത് പാടുകളുണ്ട്, മുറിവും പാടുകളൊക്കെ ഉണ്ട്, മുഖത്തും പാടുകളൊക്കെ ഉണ്ട്. അപ്പോഴേ നമ്മൾ മുമ്പ് പറഞ്ഞ് പോലീസിൽ അറിയിക്കാമെന്ന് പറയുമ്പോൾ മോൻ പറഞ്ഞ് വേണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ഒരു 4 ദിവസം കഴിഞ്ഞാണ് പാറശാല സ്റ്റേഷനിൽ കേസ് കൊടുക്കണം മോൻ. അതിനുശേഷമാണ് പോലീസ് അന്വേഷണം തുടങ്ങിയത്. മണിവിളയാണ് കൊണ്ട് അടക്കിയെന്ന് പറഞ്ഞാൽ അന്വേഷണം തുടങ്ങി കഴിഞ്ഞ് ഇപ്പോഴ് മാല മാത്രമേ പോയുള്ളൂ, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് മറ്റെന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഒരു റെങ്കപ്പെട്ടി കാണാനില്ലെന്ന് നാട്ടുകാരോട് പറയണുണ്ട്. അതിനുശേഷം വേറെ ഒരു പൈസ കൊടുത്തിട്ടുണ്ട്, ഒരുപാട് പേർക്ക് കൊടുത്തിട്ടുണ്ട്. അത് ആർക്കൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് അറിയാം. ചിലവർ കൊടുത്തു, ചിലവർ കൊടുത്തിട്ടില്ലെന്നാണ് പറയുന്നത്. അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ആ സ്ഥലത്തെന്ന് പറഞ്ഞാൽ ആളും കുറഞ്ഞ സ്ഥലമാണ്. പകലൊന്നും ആരുമില്ല, എല്ലാ അയൽക്കൂട്ടം പണിക്ക് പോകും രാവിലെ. പിന്നെ വൈകുന്നേരമാണ് അവർ വരുന്നത്. സ്ത്രീകൾക്കെല്ലാം പേടിയായി ഈ മരണം വെച്ചതോട്. അതുകൊണ്ട് ഇത് അന്വേഷിച്ച് പുറത്തു കൊണ്ടുവേണമെന്നാണ് പറയണത്. ദുരൂഹതയുണ്ട് ഈ മരണത്തിൽ എന്തായാലും. ഇപ്പം അയൽവാസിയാണ് ഹാഷ്മി സംസാരിച്ചത്. അവരുടെ ദുരൂഹതയ്ക്കുള്ള കാരണങ്ങളാണ് പറഞ്ഞത്. 17-ാം തീയതി മരിക്കുന്നു. ശരീരത്തിൽ ആഭരണങ്ങളുണ്ടായിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് 3.5 പവന്റെ സ്വർണ്ണമാല വാങ്ങിയതെന്ന് പറയുന്നു. ഈ മരിച്ച സമയത്ത് ഈ മാല കാണുവാനില്ല. അതിനുശേഷമാണ് ഈ കുടുംബാംഗങ്ങൾക്ക്, മകനടക്കമുള്ളവർക്ക് സംശയം തോന്നുന്നതും. പിന്നീട് പാറശാല പോലീസിൽ പരാതി നൽകുകയും പിന്നീട് ജില്ലാ കളക്ടർക്ക് അനുവാദം ചോദിച്ച് കല്ലറ പൊളിച്ച് പരിശോധിക്കാനുള്ള അനുവാദം ചോദിക്കുകയും അത് അനുവാദം കിട്ടിയതിനെ തുടർന്ന് ഇപ്പോൾ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി കല്ലറ പൊളിച്ച് മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുകയാണ്. തിരുവനന്തപുരം കുന്നത്തുകാൽ മണിവിള പള്ളിയിലാണ്, മണിവിളയിലെ സെന്റ് ജോർജ് പള്ളിയിലാണ് ഈ മൃതദേഹം സംസ്കരിച്ചത്. ഇവിടുത്തെ സെമിത്തേരിയിലാണ് ഉദ്യോഗസ്ഥരടക്കമുള്ള തഹസിൽദാരുണ്ട്, അതേപോലെ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ഫോറൻസിക് സർജന്മാരുണ്ട്. വാർഡ് മെമ്പറുടെയും അതേപോലെ തന്നെ മകൻ രാജന്റെയും സാന്നിധ്യത്തിലാണ് പോസ്റ്റ്മോർട്ടം നടക്കുന്നത്. 17 ദിവസം കാലപ്പഴക്കം മൃതദേഹത്തിനുള്ളത് കൊണ്ട് തന്നെ അഴുകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് സ്പോട്ട് ഓട്ടോപ്സി നടത്താമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഉദ്യോഗസ്ഥരെത്തിയത്. ഹാഷ്മി, മരണത്തിൽ ദുരൂഹത ആരോപിക്കാണ് കുടുംബം. അത് സ്വാഭാവിക മരണം. ഈ സെലീനാമ്മ വീട്ടിലൊറ്റയ്ക്ക് കഴിഞ്ഞിരുന്നതാണ്. അത് സ്വാഭാവിക മരണം, വയോധികയാണ്, സ്വാഭാവിക മരണമെന്ന് കരുതിയിരുന്നതാണ്. പക്ഷേ ഈ മൃതദേഹം കുളിപ്പിച്ചപ്പോഴോ മറ്റോ ഇതിന് ആഭരണങ്ങൾ കാണുന്നില്ല എന്നത് തിരിച്ചറിയുന്നു. മാത്രമല്ല വീട്ടിലെ ചില ആഭരണങ്ങൾ കൂടി കാണാനില്ല എന്നുകൂടി കുടുംബത്തിന് സംശയമുണ്ട്. അപ്പോൾ അത് മറ്റെന്തെങ്കിലും രീതിയിലുള്ള മരണമാണോ എന്ന വീട്ടുകാരുടെ സംശയത്തെ തുടർന്നാണ് അപ്പോൾ അന്ന് പോസ്റ്റ്മോർട്ടം നടത്താതെ സംസ്കരിച്ച മൃതദേഹം ഇപ്പോൾ കല്ലറ പൊളിച്ച് സ്പോട്ട് ഓട്ടോപ്സി അവിടെ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ. കാര്യം 17 ദിവസമായ മൃതശരീരമാണ്, അതേ സാധ്യമാവുകയുള്ളൂ. ആ പ്രൊസീജിയർ ഇപ്പോൾ പുരോഗമിക്കുകയാണ് അവിടെ.